ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വിചാരിക്കും. ബസ് സ്റ്റോപ്പിലാണ്. എൻ്റെ മാമൻ്റെ മോൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവർ താമസിക്കുന്നത്, അവർ ഫാമിലിയായിട്ട് നിൽക്കുന്നത് ഇപ്പം ഓളോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഒരിക്കൽ 2 മക്കളാണ്, ഇക്കാക്ക് 2 മക്കളാണുള്ളത്. അപ്പം മോളെ കല്യാണത്തിനൊക്കെ പോയതാണ്. ഇപ്പം മോള് പ്രസവിച്ചിട്ടുണ്ട്. നോമ്പിന് പ്രസവിച്ചതാണ്. നമുക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല, കാരണം നോമ്പായതുകൊണ്ട്. അങ്ങനെ അപ്പം നമ്മൾ ചെറുങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പോയി കാണുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ഇതാ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. എൻ്റെ വേറൊരു മാമൻ്റെ ഭാര്യയും അതുപോലെ മോള്, മരുമക്കൾ, കുട്ടികളൊക്കെ ആയിട്ട് നമ്മളിതാ ഈ മാനാഞ്ചിറ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് ഈ ബസ് കിട്ടണം. അപ്പോൾ ടൈമിനാണ് അവിടേക്കുള്ള ബസ് ഉള്ളത്. അല്ലാതെ ബസ്സുണ്ട്, ബാലുശ്ശേരി ബസ്സുണ്ട്. അപ്പോൾ ഈ മക്കളൊക്കെ ആയിട്ട് നമ്മൾ 2 ബസ് കയറിയിട്ട് പിന്നെയും ഓട്ടോ കയറണം, ബസ് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മക്കളൊക്കെ പോകുമ്പോൾ ടയേർഡാവുമല്ലോ. അങ്ങനെ ഈ ഒരു ബസ്സിന് വേണ്ടി കാത്തുനിന്ന ഒരുപാട് ടൈം, 1 മണിക്കൂറോളം എന്തായാലും ബസ്സിന് കാത്തു നിന്നിക്കണം. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ഇവിടേക്കൊന്നും അങ്ങനെ ബസ് വരില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഓളോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ എന്താണെന്നറിയില്ല, നമുക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടോ. ഇവിടെ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസാണ്. എന്തായാലും അടിപൊളി സ്ഥലമൊക്കെയാണ്. പക്ഷെ നമുക്ക് നമുക്ക് ശരിയാവില്ല. ഇക്കാക്ക് എന്തോ ഒരു ലെവലിൽ ഇവിടെ വന്ന് വീടെടുത്താണ് അന്ന് കേട്ടോ. അവർക്ക് ഇഷ്ടമാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം പൊരുത്തപ്പെട്ട് നല്ല തയങ്ങി ഇവിടെയൊക്കെ എല്ലാവരുമായിട്ടൊക്കെ. അപ്പോൾ അവർക്ക് അതൊന്നും ബുദ്ധിമുട്ടല്ല. നമുക്ക് എന്തായാലും ഇവിടേക്ക് വന്നപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ, ഒരു ബസ്സും ഇല്ല. അങ്ങനെ പിന്നെ പറഞ്ഞ മാതിരി ഓട്ടോ കിട്ടൂല. വീട്ടിലേക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ബസ് ഇറങ്ങിയിട്ട്. അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട്. അതെല്ലാം പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിരിച്ചു പോകണ്ടേ, എങ്ങനെയാണ് പോവാന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടേനു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതൊക്കെ നമുക്ക് മനസ്സിൽ വന്ന്. അങ്ങനെ ഇതാ ഈ ബോട്ടിൻ്റെ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ തന്നെയാണ് ഇവരെ ബസ് നിർത്തുന്ന സ്ഥലവും. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ബസ് ഇറങ്ങി. അധികം ആളൊന്നുമില്ല കേട്ടോ, ബസ്സിൽ കാലി സ്ഥലമാണ്. അങ്ങനെ ഇറങ്ങി കുറച്ച് ടയേർഡായി. എന്തായാലും നമ്മൾ ബസ് കാത്തു നിന്നിട്ടാണ് അത്രയും ടൈമായത്. ബാലുശ്ശേരിയൊക്കെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ ഇറങ്ങി ഓട്ടോ വിളിച്ച് അങ്ങനെയൊക്കെ പല പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളതിനൊന്നും നിന്നില്ല. ഈ ബസ്സിന് തന്നെ കാത്തു നിന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ കുറച്ച് നടക്കാനും ഉണ്ട് കേട്ടോ. കുറച്ച് അധികം നടക്കാനുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് അറിയൂല. ഇത്രയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അടിപൊളി പ്ലേസാന്ന് പറയാൻ അത് ഒരു രക്ഷയില്ല കേട്ടോ. സമാധാനത്തിൽ ജീവിക്കുക, ഒരു ജഗപൊകമൊന്നും ഇല്ലാതെ നിൽക്കാമെന്നറിയില്ലേ, അതുപോലെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് പക്ഷെ നമ്മൾ ഫസ്റ്റായിട്ട് ഇങ്ങനെ പോണതിനോണ്ടായിരിക്കും. മോളെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയതാണ്. പക്ഷേ നമ്മൾ വണ്ടിമേലൊക്കെ ആയതുകൊണ്ട് അത്ര അറിയില്ല. ബസ്സൊക്കെ കയറി പോകുമ്പോഴാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഈ ഒരു 2 വീട് തന്നെ ഉള്ളൂ ഈ ഒരു വലിയ പറമ്പിലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെ വീടൊക്കെ എത്തി. അങ്ങനെ നമ്മൾ നല്ല ടയേർഡാണല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പോയ പാടത്ത് നമുക്ക് നല്ല വെള്ളമൊക്കെ തന്നെത്താത്ത. എനിക്കിത് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്ത കിതപ്പാണ് കേട്ടോ. കാരണം നമ്മൾ അവിടെ എത്തിയൊരു സ്ഥിതി ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും കുഴങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കലും കിടക്കലൊക്കെ ആയിട്ട്. അപ്പം പിന്നെ എത്താത്ത വേഗം ഇവിടുത്തെ നമ്മൾ കകൻ്റെ പെണ്ണുങ്ങൾ വേഗം ഫുഡൊക്കെ വിളമ്പിട്ടോ. നമുക്ക് ഒരുപാട് നേരം അയക്കണത് നമ്മൾ വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ വേഗം ഒന്നും നോക്കിയില്ല, വേഗം ഫുഡൊക്കെ വിളമ്പി. അങ്ങനെ അതൊക്കെ എല്ലാവരും വേഗം കഴിച്ചു. കാരണം എല്ലാവർക്കും വിശപ്പും ദാഹവും എല്ലാം കൂടി കലർന്നു പോയി ഇവിടെയൊക്കെ എത്തിപ്പെട്ടപ്പോൾ. പക്ഷെ ഇവരും അറിയില്ല, നമുക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, നല്ല സുഖമാണല്ലോ. പക്ഷെ ഓരെ പറഞ്ഞിട്ട് ഒരു വണ്ടിമേലാണ് ആൾ പോയും വരികയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇതാണ് ഇവിടുത്തെ വാവട്ടോ, അല്ല മോളെ 2 മക്കൾ, ഒരാണും ഒരു പെണ്ണുമാണുള്ളത്. അങ്ങനെ ഓലെ ഞാൻ ഇത്താത്തനൊന്ന് വെറുതെ എടുത്ത് നോക്കി. അപ്പോൾ മുഖം മൂടിയിട്ട് ചിരിക്കുക. പിന്നെ ഇതാ ഉടുപ്പൊക്കെ വാങ്ങിച്ചിനും വാവക്ക്. അതൊക്കെ തന്നെ എല്ലാവരും കൊണ്ടുവന്നവരെന്നെ തുറന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ ഇത്താത്ത അവിടെ എന്തോ അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ കൂടെ ഇത് വന്നിട്ട് എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കണ് ചായൻ്റെ അത്. അപ്പോൾ നമ്മൾ വേഗം പോവുകയാണ്, കാരണം നല്ല ഇടിയും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും കുടുങ്ങിപ്പോവും.
അപ്പം കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ടൈം കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഈ ബസ് കാരണം നേരം വൈകിപ്പോയി എന്തായാലും. അപ്പം നമ്മളൊരു പിന്നൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് വേഗം എല്ലാവരും ഇറങ്ങുകയാണ്. നല്ലോണം ബസ്സും ഓട്ടോറിക്ഷയൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. അവിടെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി കളിക്കുന്നത്, അതുകൊണ്ടൊക്കെ നമുക്ക് പേടിയാവാം. അപ്പോൾ പോണ പോക്കിന്ന് അവിടുന്ന് മാമ്മൽ ചെറിയൊരു മാവുണ്ട്, അതുപോലെ ഒരു ചീച്ച നല്ല മാങ്ങയുണ്ട്. ചെറുതായി നമ്മൾക്ക് തൂങ്ങി കിടക്കണ കാണുമ്പോൾ നല്ല രസമാണ്. ഇതാണ് അമ്മോന്. അപ്പം നമുക്കിതാ ഉള്ള ശക്തിയൊക്കെ വെച്ചിട്ട് മാങ്ങൊക്കെ വീട്ടിൽ തരുന്നുണ്ട്. കാക്ക ഇവിടെ 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നാണ് മോൻ്റെ അടുത്ത്. അമ്മായി മരിച്ചു. ഈ വീട് നടുവട്ടം മാഹിയിലാണ്. അപ്പോൾ അവിടെ വേറെ മക്കളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇതാ പിന്നെ നമ്മൾക്ക് അതൊക്കെ കുറേ പറിച്ചു തന്നിട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മളതൊക്കെ പെറുക്കി കൂട്ടി നടന്ന് പോകുമ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് പോവാണ്. കുറേ ഉണ്ടല്ലോ നടന്ന് പോവാൻ, അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മളിതിങ്ങനെ തിന്ന് പോവാണ്. അപ്പോൾ ഇതാ ബസ് കയറുന്ന സ്ഥലത്താണ് ഇതുള്ളത്, ബോട്ടിൻ്റെത്. അപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ഇത് അതിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 1 മണിക്കൂറാണെന്ന് തോന്നുന്നു പോയി വരാൻ. നമ്മൾ പറയുന്ന ടൈമിനൊക്കെ അങ്ങനെ പോവും. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിനായിട്ട് വന്നൊന്നുമല്ലോ. അപ്പോൾ ഇപ്പം നല്ല മഴയും ഇടിയും കാറ്റും ഒക്കെ ഉണ്ട്. അതുപോലെ കാർമേഘമൊക്കെ മൂടി നിൽക്കുകയാണ്, എപ്പോൾ പെയ്യും എന്നുള്ള ലെവലിൽ. അപ്പം അതിലൊക്കെ കയറിയാൽ ശരിയാവില്ല, നമ്മളെ ബസ് പോവും. എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് വന്ന് കാണാൻ കാരണം നമ്മൾ നേരത്തെ ഇറങ്ങിക്കണേ, പക്ഷേ നമ്മൾ വിചാരിച്ച ബസ് പോയി, ഇനി ഒരു ബസ്സും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മളിത് തിരിച്ച് വരുമ്പോഴേക്കും ആ ബസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്ന് ആ അവസ്ഥ ആയിരിക്കും. അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ ഒന്ന് ചെറുങ്ങനെ ആശ്വസിപ്പിച്ച്, കാരണം നമുക്ക് പിന്നെ വന്നിട്ട് ഇതിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈനായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തിക്കണ്. അതുപോലെ ഇത് അവിടെ ഒരു ചെറിയ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് ചെറുതായിട്ട് അടുപ്പിച്ച് ഒക്കെ ഒലിഞ്ഞൊക്കെ ചെയ്ത് അതിൽ അങ്ങനെയൊക്കെ മക്കളെ ആശ്വസിപ്പിച്ച് നമ്മൾ ഇതാ ബസ് സ്റ്റോപ്പിലേക്ക് കിടക്കാട്ടോ. അത് ബസ് സ്റ്റോപ്പ് അതൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്നപ്പോൾ നല്ല മഴ പെയ്തതാ, ഇടിയും മഴയൊക്കെ ആയിട്ട് നല്ലോണം പെട്ട് എന്ന് തന്നെ പറയാം. ആ ബസ് പിന്നെ എന്തോ 5:30 അങ്ങനെ ഉള്ളൂ, ആകെ 2 ബസ്സുകളും തോന്നുന്നു. പിന്നെ ഏതോ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ ഇതൊക്കെ ഓട്ടോ ഒക്കെ വിളിക്കണം. അപ്പോൾ ഈ മഴയത്ത് ഈ ചെറിയ മക്കളെ പറയണ്ടല്ലോ, വലിയ ആൾക്കാർ തന്നെ ഇതുപോലെ മഴ കണ്ടിട്ട് തുള്ളിച്ചാടാണ്. അപ്പോൾ നല്ല രസമുണ്ട് ആ പ്രകൃതി, ആ ഒരു നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇക്കാക്ക എങ്ങനെയോ ഒന്ന് ഇവിടെ എടുത്തതാണ് വീട് അന്ന്. അപ്പോൾ ഇവർക്ക് കുഴപ്പമില്ല, ഒരു ഇവിടെ തഴങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും വെറുതെ തരാണെങ്കിലും വേണ്ടാന്ന് തന്നെ പറയുള്ളൂ, കാരണം ഒരാളും മനുഷ്യനും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നിന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ, അവർക്കൊക്കെ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെതാ ലാസ്റ്റ് ബസ്സാണെന്ന് തോന്നുന്നു, അതിലുള്ള ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ആണത്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ എന്താണെന്നറിയോ, ഇതിൽ നിന്ന് വേറെ ആരും കയറിയിട്ടില്ല, നമ്മൾ തന്നെ ഉള്ളൂ ഇതിൽ. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് എവിടെയോ എത്തിയപ്പോഴാണ് പിന്നെ കുറച്ച് ആൾക്കാർ കയറിയതൊക്കെ. അതുവരെ നമ്മൾ തന്നെ ഇതിൽ നമുക്ക് എന്തായാലും ചെറിയൊരു മിനി ടൂറ് പോലെയൊക്കെ ആയിട്ടോ. സ്വന്തമായിട്ട് ബസ്സിലൊക്കെ ആരുമില്ലാതെ പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് വന്ന്. പിന്നെ ടൗണിലെത്തിയപ്പോൾ നല്ല അടിപൊളി മഴയും ബ്ലോക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വൈകിക്കണം വീട്ടിലെത്താൻ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ.